ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിയിലെ അവഗണന പറയാതെ പറഞ്ഞ് മുൻ സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി പല സമയങ്ങളിൽ പല ഘട്ടങ്ങളുണ്ടാകും, അതൊക്കെ അഭിമുഖീകരിച്ച് പോവുക എന്നുള്ളതാണ് ഒരു പ്രവർത്തകനെ സംബന്ധിച്ച് പ്രധാനമെന്നും സി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാനമായ KG മാരാർ ഭവൻ അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുക ഒരുപക്ഷെ ബി.ജെ.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി ശിവൻകുട്ടിയാണ്. ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന നേതാവാണ് സി ശിവൻകുട്ടി. ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പാലുകാഴ്ച നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. എങ്ങനെയാണ് ഈ നാളുകൾ ഓർക്കുന്നത്? എന്ത് തോന്നുന്നു ഇപ്പോൾ? ബി.ജെ.പി. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നിമിഷമാണ് നാളെ. പാർട്ടിയുടെ സ്വന്തമായ ആസ്ഥാനമാണ് നാളെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് ജൂലൈ 12 നാളെ രാവിലെ 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഔപചാരികമായി ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വരും തലമുറയ്ക്ക് പ്രയോജനകരമായ രീതിയിലാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. അത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഓഫീസിനകത്തുണ്ട്. ഓഡിറ്റോറിയം ഉണ്ട്, പ്രസിഡൻ്റ് ഓഫീസ്, അതുപോലെ ഹെൽപ്പ് ഡെസ്ക്. ഏറ്റവും പ്രധാനം ഹെൽപ്പ് ഡെസ്ക്കാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു ടീം തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്താണ്. അരിസ്റ്റോ ജംഗ്ഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വന്നു ചേരാനും എല്ലാ സൗകര്യത്തിലാണ് ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഹെൽപ്പ് ഡെസ്ക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പിന്നെ ലൈബ്രറി ഉണ്ട്, ആ സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും അത്യാവശ്യം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടി എല്ലാവിധ സജ്ജവും തയ്യാറെടുപ്പിച്ചിട്ടുണ്ട്. നല്ല അഭിമാനകരമായ നിമിഷമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് വളരെയധികം ഒരു കഷ്ടപ്പെട്ടാണ് അത് പടുത്തുയർത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും സഹായം ഉണ്ടായിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ എല്ലാവരുടെയും, എല്ലാ വിഭാഗങ്ങളുടെയും, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളോട് അങ്ങേയറ്റം സഹകരിച്ചു. എല്ലാവരോടും ഈ സമയത്ത് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സഹകരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. വളരെ അസുലഭ നിമിഷമാണ്. നാളെ രാവിലെ 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഏറെക്കാലത്തെ ഊണ്, ഉറക്കം, കഠിനാധ്വാനം, വിയർപ്പ് അതെല്ലാമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ശിരസ്സുയർത്തി നിൽക്കുന്ന സംസ്ഥാന ആസ്ഥാന മന്ദിരം. ഇതിൻ്റെ ചുമതല വഹിച്ച അങ്ങേക്ക് അതിന് നേതൃത്വം നൽകിയ അത്തരത്തിലൊരു പരിഗണന കിട്ടിയോ? അല്ല, അത്തരത്തിൽ പരിഗണന കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് വരുന്ന ദിവസങ്ങളിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ കോളേജ് ലെവൽ മുതൽ ഞാൻ സജീവമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഞാൻ വളരെ കുറച്ച് പേര് മാത്രമുള്ള സമയത്ത് പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെട്ട ആളാണ്. ആദ്യകാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ സമയം പ്രവർത്തകനായി രംഗത്ത് വന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക, പാർട്ടിക്ക് വേണ്ടി ജീവിതം ചെലവഴിക്കുന്നു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് ഞാൻ പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയും പാർട്ടിക്ക് വേണ്ടി അത്രത്തോളം സജീവമായി ആരോഗ്യമുള്ളിടത്തോളം കാലം പാർട്ടിക്ക് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കും. അതൊരു ആരെയും നോക്കിയിട്ടൊന്നുമല്ല, ഒരു ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിനിയും മുമ്പോട്ട് പോകും. ആ പ്രയാണം. അതിലൊരു വിഷമമുണ്ട്. അല്ല, വ്യക്തിപരമായ വിഷമത്തെക്കുറിച്ചൊന്നും രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല. രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ വിഷമങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നിരവധി പ്രതിസന്ധികൾ ഞങ്ങളൊക്കെ ഫേസ് ചെയ്ത് വന്നവരാണ്. ഞങ്ങളൊക്കെ ബി.ജെ.പി. നാളെ ഭരിക്കും എന്നുള്ള സാഹചര്യത്തിലൊന്നും ഉള്ള കാലഘട്ടത്തിലല്ല പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഞങ്ങളൊക്കെ വന്നത്. ഞാനൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുമ്പോൾ 10-15 പേര് മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അപ്പോൾ അന്നൊന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രതീക്ഷയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി അങ്ങേയറ്റം മുന്നോട്ട് പോകും. പാർട്ടിക്ക് വേണ്ടി ഞങ്ങളെ എല്ലാവരുടെയും കഠിനാധ്വാനം ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഒരു എന്താ പറയുക, ഒരു വലിയൊരു ആശയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അതിൽ നമ്മൾ വ്യക്തികളെയോ മറ്റൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ട് മുന്നോട്ട് പോകും. എല്ലാ കാലത്തും പ്രവർത്തകർ കാണേണ്ട, ഓർക്കപ്പെടേണ്ട ഒരു മന്ദിരമാണ്. അതുണ്ടാകേണ്ടതാണ്. അതിൻ്റെ ഒരു ഫലകത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനമാണെങ്കിൽ പോലും അതിലൊരു അടയാളപ്പെടുത്തൽ ഉണ്ടാകേണ്ടതല്ലേ? അല്ല, അതേക്കുറിച്ചൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കൊരു സമീപനമുണ്ട്. ആ സമീപനം എക്കാലത്തും പാർട്ടി തുടരും. അത് എപ്പോഴും ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണല്ലോ. അങ്ങനെ അറിയാമല്ലോ. ഞാൻ പറയാം, അത് വ്യക്തികൾക്കൊന്നും വലിയ പ്രാധാന്യം ഒരു പരിധിവരെ ഉള്ളൂ. അത് എല്ലാവരും അവരവരുടെ ശ്രമങ്ങൾ അങ്ങേയറ്റം നടത്തുന്നു. അവരവരുടെ ശ്രമങ്ങൾ അങ്ങേയറ്റം വിജയിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. പരാജയപ്പെടുമ്പോഴും
വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് സത്യത്തിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇതുവരെയും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാതെ തന്നെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. സംഘടനയ്ക്ക് വേണ്ടി കാലാകാലങ്ങളിൽ പ്രവർത്തിച്ച് കഠിനാധ്വാനികളായ അത്തരം നേതാക്കൾക്ക് ഈ പുതിയ കാലത്ത് അത്തരം പരിഗണന കിട്ടുന്നുണ്ടോ? ചേട്ടനിപ്പം സെക്രട്ടറി ആയിരുന്ന ആളാണ്, ഇപ്പം ആ പട്ടികയിലില്ല. അപ്പോൾ അതുപോലെ പല നേതാക്കളും സമാനമായൊരു സ്ഥിതി ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉചിതമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിന് എല്ലാവിധ പ്രതിസന്ധികളും ഫേസ് ചെയ്യണം എന്ന് തന്നെയാണ് മനസ്സിനകത്തുള്ളത്. പല സമയത്ത് പല ഘട്ടങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? ഈ അവഗണനയിലൊരു വ്യക്തിപരമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അല്ല, അന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ എന്ത് വന്നാലും ഞങ്ങൾ ആ പ്രതിസന്ധി ഫേസ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം. അത് ഏത് തരത്തിലായിരുന്നാലും. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലവിധമായ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് വലിയ മുന്നേറ്റങ്ങൾ ഈ കാലയളവിലൊക്കെ ഉണ്ടാക്കിയതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങേക്ക് ചുമതലയുള്ള ഇടങ്ങളിലടക്കം കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയ സമയങ്ങളാണ് കടന്നുപോയത്. അപ്പോൾ അത്തരം നേതാക്കളെ മുഖവിലേക്ക് എടുക്കുന്നതിൽ ഒരു പിന്നോട്ട് പോക്ക് പാർട്ടിയിലുണ്ടായോ എന്നുള്ളത് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനെക്കുറിച്ചൊന്നും ഞാനൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നില്ല. ഞാൻ അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളല്ല. എല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. എല്ലാവിധ പ്രതിസന്ധികളും അതിജീവിച്ച് പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും, മുന്നോട്ട് പോകും. അതുതന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. പാർട്ടി തന്നെയാണ് പ്രധാനം. പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി തന്നെയാണ് അങ്ങേയറ്റം പ്രവർത്തിക്കുന്നത്. വ്യക്തിപരമായുണ്ടായ വേദന എവിടെ നിന്ന് ഇറക്കി വയ്ക്കുക? വ്യക്തിപരമായ വേദനയൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അതൊക്കെ അങ്ങ് അലിഞ്ഞു പോകും. അത്തരത്തിൽ സി ശിവൻകുട്ടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം ഈ കാണുന്ന പാർട്ടി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് അങ്ങേയറ്റം കഷ്ടപ്പെട്ട നേതാവാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യുന്ന ശിലാഫലകത്തിലടക്കം അദ്ദേഹത്തിൻ്റെ പേരില്ല. അതിൽ പാർട്ടിയിൽ നിന്നൊരു അവഗണനയുണ്ടായി. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കി. അത്തരത്തിലുള്ള അവഗണന, അത് വ്യക്തിപരമായ അത്തരം പ്രതിസന്ധികളും ദുഃഖങ്ങളുമുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കുന്നില്ല എന്നാണ് സി ശിവൻകുട്ടി ഇപ്പോൾ 24-നോട് മനസ്സ് തുറന്നത്. മനീഷിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.